നമ്മൾ ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മൾ രണ്ടാം കിട പൗരന്മാർ തന്നെയാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ ഒന്നാം കിട പൗരൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. സഫീറിന് വേണമെങ്കിൽ വിദേശത്ത് നല്ല തൊഴിൽ കിട്ടും അല്ലേ, ലക്ഷങ്ങളല്ല കോടികൾ തന്നെ കിട്ടും. അതെ. പക്ഷേ എന്തുകൊണ്ടാണ് നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഇങ്ങനെ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം, അവർക്ക് ഈ മേഖലയിൽ IT ഫീൽഡിൽ സാക്ഷരത ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം, താല്പര്യം ജനിച്ചെന്നുണ്ടാക്കുക. നമുക്കറിയാം, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടുത്തെ ബ്രെയിനുകളാണ് ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ മിടുക്കന്മാരാണ്. പക്ഷെ പലപ്പോഴും അവരുടെ സേവനം നമ്മുടെ നാടിന് കിട്ടുന്നില്ല. സഫീറിനെ സഫീർ ആക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചത് സഫീറിന്റെ നാടാണ്. നാടിന് തിരിച്ചെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ടാൽഡ്രോപ്പ് ഒക്കെ ജനിച്ചത്? ശരിക്കും അങ്ങനെ തന്നെ പറയാം. കാര്യം ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അപ്പം നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ടൊക്കെ നിൽക്കുന്ന ഫാമിലി ആയിരുന്നു. ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ്, നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച്, ഇവിടുത്തെ ഉച്ചക്കഞ്ഞി കുടിച്ച്, ഇവിടുത്തെ നാട്ടുകാർ സഹായിച്ച് ഇവിടെ വളർന്നു വന്നവരാണ്. നമ്മുടെ ബേസ് എന്തൊക്കെ പറഞ്ഞാലും ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ PG കഴിഞ്ഞ് ഒരാൾ കാനഡയിലേക്ക് സെറ്റിൽ ആവുന്ന ഒരാളിനെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്. സെറ്റിൽ ആയിക്കോ, ആ രാജ്യത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. 5 സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പൊയ്ക്കോ. നമ്മുടെ മാൻ പവർ അവിടെ എത്തിച്ച് അതിൽ നിന്ന് ഇൻകം കൊണ്ടുവരണം, നമ്മുടെ പ്രൊഡക്ട്സ് എത്തിച്ച് അതിൽ നിന്ന് ഇൻകം കൊണ്ടുവരണം, അവിടുത്തെ സർവീസുകൾ ഏറ്റെടുത്ത് ചെയ്ത് അതിൽ നിന്ന് ഇൻകം കൊണ്ടുവരണം, അവിടുത്തെ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഇൻകം കൊണ്ടുവരണം, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ രാജ്യത്തേക്കൊക്കെ പോകണം. പക്ഷേ അല്ലാതെ നിങ്ങൾ അവിടെ പോകുമ്പോഴേക്ക് ആ രാജ്യം സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ തന്നെ അവിടെ ലോൺ എടുത്ത് നമ്മൾ ഇവിടുത്തെ ക്യാഷ് അയച്ചു കൊടുത്തിട്ടാണ് അവിടെ പഠിച്ച് ആ മാൻ പവർ സെറ്റായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ആ രാജ്യം. അവർക്ക് വേണ്ടിയിട്ടോ എത്ര കോടി രൂപയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, അവരെ ഈ LKG മുതൽ PG വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ രാജ്യവും സ്പെൻഡ് ചെയ്തേക്കുന്നത്. ആ സ്പെൻഡ് ചെയ്ത മാൻ പവർ സെറ്റായി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്ക് നമുക്ക് അത്രയും നഷ്ടമാണ് ഓരോ മാൻ പവർ പോകുമ്പോഴും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ചിന്താഗതി, നമ്മൾ ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മൾ രണ്ടാം കിട പൗരന്മാർ തന്നെയാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ ഒന്നാം കിട പൗരൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു.